ഇന്ന് നമ്മൾ ഒരു ക്യൂട്ട് കപ്പിളിലേക്ക് കിടക്കുകയാണ്. അതെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് ഇത്ര പാട്ടുകാരുടെ ഇടയില് രണ്ട് പേര് അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നാണിച്ചിരിക്കാണ്. നസീർക്ക ഇത്ര സൈലന്റ് ആയിട്ട് ഞാൻ ഒരു സ്റ്റേജിൽ കണ്ടിട്ടേ ഇല്ല. എന്തിനാ ഇത്ര നാണം? ഞാൻ ഒതുങ്ങിയതാ. ഒതുങ്ങിയതാ അതോ ഒതുക്കിയതോ? അല്ല, ഒതുങ്ങിയതാ. അത് ഒതുക്കിയതാ. നസീർക്കയും നസീർക്കയുടെ സ്വന്തം മോളം ആന്റിയും, അല്ല നസീർക്കയുടെ ആന്റി അല്ല, മോളമ്മ. അല്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ലേ. ഞാൻ ഏതിലും തൃപ്തിപ്പെട്ടു പോകുന്ന ഒരാളാണ്. നസീർക്ക സ്നേഹത്തോടെയാണ് മോളമ്മ എന്ന് വിളിക്കുന്നത്. അതെ. നസീർക്ക എങ്ങനെ, എത്ര വർഷമായി മോളമ്മ എന്ന് വിളിച്ചു തുടങ്ങിയിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 33 വർഷത്തോളമായി. 33 വർഷമായി. അതെ അതെ അതെ. എന്താണ് നിങ്ങളുടെ ആ പ്രണയത്തിന്റെ പിന്നിലുള്ള രഹസ്യം? കല്യാണത്തിന് മുമ്പുള്ള പ്രണയമാണോ കല്യാണത്തിന് ശേഷമുള്ള പ്രണയമാണോ ചോദിക്കുന്നത്? മുമ്പുള്ളതും രണ്ടാണുള്ളൂ. കല്യാണത്തിന് ശേഷം വലിയ പ്രണയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ്. പിന്നെ നമ്മൾ ഈ ആമ്പല് വെള്ളത്തിൽ കിടക്കുന്ന പോലെ പൊങ്ങിയും തന്നും ഇങ്ങനെ ആടിയുള്ള ഞങ്ങൾ പോകുന്നല്ലാതെ കല്യാണത്തിന് മുമ്പ് പ്രണയം ചോദിച്ചാൽ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ല. ഇതെന്റെ മാമാടെ മോള് തന്നെയാണ്. മാമാടെ മോള് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാടെ ആങ്ങളുടെ മോളാണ്. എനിക്കൊരു പ്രണയം എന്താ മനസ്സിൽ പൊട്ടിയായിരുന്നു, പക്ഷെ ഇത് പൊട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ആ പൊട്ടലൊന്ന് വെടിക്കെട്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ശ്രമങ്ങൾ? അങ്ങനെ ഒരു ശ്രമം എന്ന് പറയുന്നത്, സ്കൂൾ വിട്ട് വരുന്നത് ഇവിടെ ട്രെയിൻ പാലവും ഇപ്പറ ബസ് പോകുന്ന പാലവുമാണ്. അപ്പൊ സ്കൂൾ വിട്ട് ഇവര് ബസ് പോകുന്ന പാലത്തിൽ കൂടെ പോകുമ്പോൾ ട്രെയിൻ പാലത്തിന്റെ അവിടെ ഞാൻ കയറി നിന്നിട്ട് ഇവര് പോകുന്ന ആ ടൈമിന് ആ ട്രെയിൻ പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് എടുത്ത് ചാടും. ട്രെയിൻ പാളത്തിൽ നിന്ന് ആറ്റിലേക്ക് എടുത്ത് ചാടും ഞാൻ. നമ്മുടെ ധീരത തെളിയിക്കും. ഇതൊരു 10, 13, 14 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. 13, 14 വയസ്സിൽ ഇത്ര വീരഗാഥ ചെയ്തിട്ടുള്ള ആൾ ഇപ്രായത്തിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഊഹിക്കാം. അങ്ങനെ ചാടും. അങ്ങനെ ചാടുന്ന കണ്ടിട്ട് ആ പയ്യൻ കൊള്ളാം, അയാള് മിടുക്കനാണ്, മേളിൽ നിന്നൊക്കെ ഉയർത്തി ചാടാൻ കഴിവുള്ള ഒരാളാണോ എന്നൊക്കെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നാവല്ലോ. ആ ഒരു ട്രാക്ക് ഞാൻ പിടിച്ചായിരുന്നു. അതിനുശേഷം കല്യാണത്തിന് മുമ്പ് എനിവേ ഇത് വിട്ടുപോയാലും നമുക്ക് വേറെ ട്രാക്ക് കൂടെ വേണമല്ലോ. അപ്പൊ അതും നമ്മൾ വേറെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേറെ, അത് കുറച്ചുകൂടെ നല്ലൊരു സംഭവമാണ്. അത് ക്ലാസിക്കലായിട്ടുള്ള സംഭവമാണ്. അതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോ അന്ന് വാടകയ്ക്ക് സൈക്കിൾ കിട്ടും. അപ്പം മുക്കാ സൈക്കിളെ നമുക്ക് എത്തുള്ളൂ. മുക്കാ സൈക്കിൾ എടുത്ത് ചവിട്ടി ഇവരുടെ മുമ്പിൽ കൂടെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ് അടുത്ത സാഹസം. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുണ്ടാന്ന് കൊടുത്തിരിക്കുന്നത്. മുണ്ട് സൈക്കിളിന്റെ ചെയിൻ ഉടക്കി മൊത്തം കംപ്ലീറ്റ് ചെയിനെ ചുറ്റി. ഭാഗ്യത്തിന് ഞാൻ സെക്കൻഡ് ഇട്ടിട്ടില്ലായിരുന്നു, അകത്തിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിട്ട് അവിടെ നിന്ന് അത് ആഘോഷിക്കാൻ പറ്റി. അന്ന് തൊട്ടാണ് ഞാൻ സെക്കൻഡ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അതിന്റെ ഓർമ്മയ്ക്കാണ് ഇന്നും മുണ്ടെടുത്തത്. ഇന്നും അത് തന്നെ. അല്ല, ഇന്നിപ്പോ ബെൽറ്റ് ഞാൻ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രണയത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു അധ്വാനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് മോനെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ, എന്തെല്ലാം ജോലികൾ ചെയ്യുന്നറിയോ. പിന്നെ ഞാൻ ആലോചിച്ചു, ഇത്രയൊക്കെ റിസ്ക് എടുക്കണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയൊക്കെ റിസ്ക് ഉള്ളതില്ലായിരുന്നു ഇത് സംഭവം. മോളമാൻഡി, എങ്ങനെയാണ് പ്രണയം പിന്നെ തോന്നി തുടങ്ങിയത്? ഓക്കെ, വാറ്റിലേക്ക് എടുത്ത് ചാടുന്ന കണ്ടപ്പോ മണ്ടത്തരമാണോ? അതെല്ലാം വിട്ടു, അതൊന്നും കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ആയിട്ട് വീട്ടിലെങ്ങനെ അതിനു മുമ്പും വേറൊരു ചെറിയ ട്രൈ കൂടെ ഉണ്ട്. ഇവര് സ്കൂളിലേക്ക് വേണ്ടിട്ട് ഒപ്പന പഠിക്കുമായിരുന്നു. അപ്പൊ ഇത് പഠിപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പൊ ഈ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഒപ്പന നമ്മൾ നടത്തുന്നത്. അപ്പൊ കീബോർഡ് വായിക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ എന്നോടൊരു അഭിപ്രായം പറഞ്ഞു. അവന് ഈ മോളമ്മയെ പ്രണയിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം പറഞ്ഞു. അപ്പഴാ എനിക്ക് ലഡു പൊട്ടി. എന്നാ പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അങ്ങനെയാണ് എനിക്ക് ആ പ്രണയം അവിടെ പൊട്ടി മുളയ്ക്കുന്നത്. അങ്ങനെ അവരുടെ വീട്ടിൽ ചോദിച്ചു. ഞാനല്ല, വേറെ അമ്മായ അവരെ കൊണ്ടൊക്കെ ചോദിപ്പിച്ചു. മാമയുടെ മോളല്ലേ, മുറപ്പെണ്ണുമാണ്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. അവര് കല്യാണം കഴിച്ചു തന്നു. അല്ല, ആന്റിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നോ ആ സമയത്ത് വീട്ടുകാരിങ്ങനെ സംസാരം വന്നപ്പോ? അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചേട്ടൻ പാലത്തിന്റെ താഴത്തേക്ക് ഇതെന്തിനും തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് നൈറ്റ് കൂടാൻ പറ്റാത്ത ഒരാളും കൂടി. കല്യാണം കഴിച്ച ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവിന് വെരി ഇമ്പോർട്ടന്റ് ഡേ ആണല്ലോ അത്. അതെന്താന്ന് വെച്ചാൽ അത് ഇച്ചിരി പ്രശ്നമുള്ളൊരു സംഭവമാണ്. കാര്യം മോളമ്മയുടെ വാപ്പ, അതായത് എന്റെ മാമായിക്ക് സുഖമില്ലാതെ കിടക്കുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 12:30, 1 മണിയായപ്പം അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് ആ ഒരു
കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചു മരിച്ചു പോയെന്ന്. പിന്നെ ഞങ്ങൾ ആ വേഷത്തിൽ തന്നെ പോയി. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ അന്നേരം തന്നെ അവിടെ പോയി കണ്ടു. അനുഗ്രഹമൊക്കെ പുള്ളിയുടെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് കയറിയപ്പം മരിച്ചു. ഇതിന് മുമ്പ് സത്യം പറയാമല്ലോ, ഉള്ള കാര്യമാണ്. നമുക്ക് കല്യാണത്തിന് കഴിഞ്ഞ കുറേ ഇടകളിലൊക്കെ നല്ലവണ്ണം പ്രണയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് അന്നേരം പല സാഹചര്യങ്ങൾ ഒന്നില്ല. അത് ബേസിക്കലി ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കാര്യം തന്നെയാണ്. സാമ്പത്തികമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഘടകം. അന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന്റെ ഇടയിൽ നമുക്ക് പ്രണയിക്കാൻ സമയം കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ അതല്ല, അന്ന് കൊടുക്കാൻ പറ്റാത്തത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാണ്. നെക്സ്റ്റ് കപ്പിളിലോട്ട് കടക്കുകയാണ്. അവിടെ ദഗിരി ചിരിച്ചോണ്ടിരിക്കുന്നു. ഹൗ ആ ഇരിപ്പ് കണ്ടോ, ആ ചിരി കണ്ടോ, ആറ്റിറ്റ്യൂഡ് കണ്ടോ? മധുചേട്ടാ പറയൂ മീനാക്ഷി. മധുചേട്ടനോട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. വൈഫിന്റെ പെർഫ്യൂമിന്റെ മണം വരെ അറിയാവുന്ന ആളാണ്. നമുക്ക് അതൊന്ന് പ്രേക്ഷകർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം. എന്ത് പറയുന്നു? ഓ കാണാം. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. പാടിക്കൊണ്ടിരിക്കുമ്പോ ഓർക്കസ്ട്ര നോക്കിയപ്പോ എന്റെ കണ്ണിന്റെ ഈ സൈഡിൽ കൂടെ പുറകിൽ ഒരാൾ വന്ന് നിൽക്കണ കണ്ടു. പിന്നെ എന്റെ വൈഫിന്റെ പെർഫ്യൂമിന്റെ സ്മെല്ലിങ് അടിക്കാൻ. ചേച്ചി ഒരു ചോദ്യം, അതേ പെർഫ്യൂം ആണോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതോ സ്മെല്ല് മാറ്റിയോ? മധുചേട്ടൻ പറയൂ. മാറ്റി. ഓക്കെ, ഇപ്പോ നമ്മുടെ പ്രേക്ഷകര് എന്താ പറയാ, ഈ ഒരു കപ്പിളിനെ നമ്മള് ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്. കാരണം നിങ്ങളുടെ എത്ര റൊമാൻറ്റിക് വീഡിയോസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ചേർച്ച എന്താണ്? ലവിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്താണ്? രഹസ്യം നിങ്ങളുടെ ഈ ഒരു യോജിപ്പിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മധുചേട്ടാ? ആ പ്രേമം ഇന്നും നിലനിൽക്കുന്നോണ്ട് നല്ല സന്തോഷമായി ജീവിച്ചു പോകുന്നു. അതെ. എന്താണ് അത് നിലനിർത്താൻ വേണ്ടിട്ട് നമ്മൾ ലൈഫിൽ ചെയ്യേണ്ടത് എന്താണ് മധുചേട്ടാ? അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ലേ? നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ജോസഫിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അതിൽ ഉണ്ടായിരുന്നല്ലോ എല്ലാം. അതുപോലെ തന്നെ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ. എന്നാ ശരി, എല്ലാ കപ്പിളും ജീവിക്കുന്ന പോലെ അവരൊക്കെ നല്ല പ്രേമിച്ചല്ലേ ജീവിക്കണേ. ശരി, ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ 24 വർഷം കഴിഞ്ഞു. 25 വർഷം. എത്ര നാളായി പരിചയപ്പെട്ടിട്ട്? പരിചയപ്പെടുന്ന ദിവ്യ കൊച്ചായിരിക്കുമ്പോ മുതൽ എനിക്കറിയാം. അതെ, ആ അവരുടെ ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്. ദിവ്യ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അതായത് റിലേഷൻ എങ്ങനെയാ വെച്ചാൽ എന്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ദിവ്യയുടെ ഫസ്റ്റ് കസിനെയാണ്. അതല്ലാതെയും ഫാമിലി ആയിട്ട് ബന്ധമുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ കുറച്ച് നാൾ കോതമംഗലത്തായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ തറവാട്ടിൽ ഇവരുടെ കസിൻസ് ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ കൂടെ പഠിച്ചവരുണ്ട്, അല്ലാതെ എന്റെ ഫ്രണ്ട്സ് ആണ്.